നമസ്കാരം. തൃശൂർ ജില്ലയിൽ നിന്നും ഇത്തവണ ജനം തിരഞ്ഞെടുത്ത വ്യക്തി ഒരു എരണക്കേടാണ്. അയാളെ തിരഞ്ഞെടുത്തതിന് ശേഷം ആ ജില്ലയ്ക്ക് തുടരെ തുടരെ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. ഇല്ലയോ? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തൊട്ട് തലേ ദിവസം ആ ജില്ലയുടെ മുഖച്ഛായ ആയിരുന്ന, ആ ജില്ലയുടെ തലയെടുപ്പായിരുന്ന, ആ ജില്ലയുടെ തന്നെ ഒരു പ്രതീകമായി മാറിയ ശക്തൻ തമ്പുരാൻ നിലംപൊത്തി. ഇന്നിപ്പോ അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം, ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടൊക്കെ അധികാരമേറ്റതിന് ശേഷം വാക്ക് പാലിക്കാനായിട്ട് നേരത്തെ മാതാവിന് കിരീടം കൊടുത്തപ്പോൾ എടുത്ത് ദൂരെ എറിഞ്ഞതിന് പകരമായിട്ട് 10 ലക്ഷത്തിന്റെ കിരീടം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് മാറ്റിയിട്ട് കൊന്തയാക്കി, കുറച്ച് കുറയും. അങ്ങനെ കൊന്ത കൊണ്ട് കൊടുക്കുകയാണ്. അതായത് ഒരിക്കലും വീഴില്ല, അതാകുമ്പോഴത്തേക്കും പ്രതിമയുടെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ വീഴില്ല എന്ന് അദ്ദേഹം കരുതിക്കൊണ്ട് ഒരു വിദഗ്ധമായ നീക്കം നടക്കുന്ന സന്ദർഭത്തിൽ ജില്ലയിൽ ഒരു ഭൂചലനം ഉണ്ടാകും. അനർത്ഥമല്ലേ? എന്തോ ഒരു ശകുനപ്പിശകുണ്ടാകുന്നു. എന്തൊക്കെയോ വലുത് വരാനിരിക്കുന്നു എന്നൊരു തോന്നലില്ലേ? ഒരു വിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചാൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള തുടരെ തുടരെയുള്ള അനർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും കാലമില്ലാത്ത ഭൂചലനം എങ്ങനെയാണ് തൃശൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്? തൃശൂർ ജില്ലയിലെ കുന്നമംഗലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. പതിവില്ലാതെ ഒരു നാട്ടിൽ ഒരാൾ, ഒരു മാതാവിന് അദ്ദേഹം നേരത്തെ ചെമ്പ് കൊടുത്ത് പറ്റിച്ചതിന് ശേഷം ഇപ്പോൾ 916 കൊന്ത സ്വർണത്തിൽ ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് കൊടുക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു ഭൂചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ താല്പര്യക്കുറവുണ്ടെന്ന ആ ജില്ലയിൽ ഒരു കൃത്യമായ സൂചനയാണ് മാതാവ് കൊടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. 5 വർഷം വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടാകാൻ പോവുകയാണ്. കാര്യം സ്വാഭാവികമായിട്ട് ഈ PR നന്മ മാത്രമാണല്ലോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നന്മ എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ തപ്പി നോക്കിയാൽ അറിയാൻ പറ്റും. സംഘികളെല്ലാം പറഞ്ഞുണ്ടാക്കിയതും കുറെ PR ടീമിനെയും കുറച്ച് റീച്ചുള്ള ഫേസ്ബുക്ക് പേജുകളിലൂടെ പണമെറിഞ്ഞുണ്ടാക്കിയ നന്മകൾക്കപ്പുറം ഈ നന്മ മരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാചകത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും കൊടുക്കൂ, അത് കൊടുക്കില്ല. അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാകും. അതുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ ഇനി ഒരിടത്തും കൊണ്ടുവന്ന് ഞാൻ ഒന്നും കൊടുക്കണ പരിപാടിയില്ല എന്ന് അദ്ദേഹം നേരത്തെ ഈ രാജ്യസഭ MP ആയിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് നിവേദനവുമായിട്ട് വരുന്നവരടുത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വാചകമുണ്ട്. അതായത് ഈ കട പൂട്ടി ഇവിടെ നിന്ന് പ്രത്യേകിച്ചുള്ള ആനുകൂല്യം ആരും കിട്ടുന്നില്ല, ആരും ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി സമീപിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ആരും എന്നെ തിരക്കി വരണ്ട, വിശ്വാസത്തിന്റെ പേരിലുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. കാര്യം ഒരു തവണ അക്കടി പറ്റിയുണ്ടതാണ്, കിരീടം മാറ്റി കൊന്തയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു എരണക്കേട് തന്നെയാണ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ എത്രയോ പേർ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയതാണ്. ഇതുവരെ ശക്തൻ തമ്പുരാൻ ഒരു ബസ് ഇടിച്ച് തകർന്നിട്ടില്ല, ഒരു ഭൂചലനം ഉണ്ടായിട്ടില്ല. ഇപ്പോ കുവൈറ്റിലുണ്ടായ അപകടത്തിൽ പോലും ആ ജില്ലയ്ക്ക് ഒരു പ്രത്യേക ദുരന്തം ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് ആ ജില്ല കടന്നു പോകുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടാകുകയാണ്. സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു എരണക്കേടാണ്. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. ഉണ്ടാകാനേ വഴിയുള്ളൂ. കാര്യം ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് വടക്കുന്നാഥന്റെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആല് മുറിച്ചത്. സ്വാഭാവികമായിട്ട് ശിവജട എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കാര്യം നടപ്പാക്കാൻ വേണ്ടി ആല് മുറിച്ചു. പ്രത്യാഘാതം ഉണ്ടാകില്ലേ? ഈ 916 ഗോൾഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മാതാവിന് ചെമ്പ് കൊണ്ട് കൊടുത്തു, പ്രശ്നം ഉണ്ടാകില്ലേ? ഉണ്ടായേ മതിയാകുള്ളൂ. കാര്യം ഇതിനൊക്കെ വിശ്വാസപ്രകാരമൊക്കെ ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ അനുരണനങ്ങൾ ഈ നാട്ടിൽ കാണിക്കണ്ടേ? കാണിച്ചില്ലെങ്കിൽ ഇതിനൊന്നും വിശ്വാസപ്രകാരമായിട്ട് ഒന്നുമില്ല എന്ന് തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇങ്ങനെയുള്ളവരടുത്ത് നെറുകേട് കാട്ടിയാൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പല സിനിമകളും നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന സന്ദേശം വെച്ചിട്ട് കൃത്യമായിട്ട് ദുസ്സൂചനകളാണ്, തിരിച്ചടികൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ദുഷ്പ്രവർത്തിക്ക് എന്തൊക്കെയോ വലിയ സംഭവവികാസങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഒരുങ്ങിയിരിക്കുക, അനുഭവിച്ച് തീർക്കേ വഴിയുള്ളൂ, മറ്റൊരു വഴിയില്ല. രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഊരാക്കുടുക്കിലേക്ക് നിങ്ങൾ സ്വയം പോയി ചാടിയിരിക്കുകയാണ്. അനുഭവിക്കാതെ മറ്റ് തരമില്ലെന്ന് ഈ ദുസ്സൂചനകൾ അല്ലെങ്കിൽ ഈ അനർത്ഥങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണെന്ന് പറയേണ്ടി വരികയാണ്.